ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഇന്നലെ വന്ന് കിടന്ന് 1 മണിയൊക്കെ കിടന്നപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 9 മണിയായി. നമ്മൾ എണീറ്റു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെൻറ്റുള്ളൂ. പിന്നെ നമുക്ക് വേഗം ബ്രഷ് ചെയ്ത് ഫ്രഷായി മേലേക്ക് പോവാം. ദെൻ നമുക്ക് പുറത്ത് പോയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ സമയം 9:30-10 മണിക്ക് ആവാറായിട്ടോ. നമ്മളെല്ലാവരും റെഡിയായി. ഇനി ഫുഡ് കഴിക്കാനായിട്ട് ഫസ്റ്റ് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് അല്ലേ ആവുന്നത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ വഴി കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും റെഡിയായിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വന്ന കാരണം വീടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയൊക്കെ കാണിക്കാൻ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം. അത്യാവശ്യം നല്ലപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കാര്യങ്ങളാണ് ഈ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. ഇന്ന് നല്ല എന്താ പറയുക, നല്ല തണുപ്പുള്ള ദിവസം. നമ്മൾ യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ സമ്മർ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇടാൻ പറ്റില്ല. ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി റെഡിയായി പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. ഞാൻ കുളിച്ചു റെഡിയായി. ഡ്രസ്സ് കൂടി ചേഞ്ച് ചെയ്താൽ മതി. ഞാനിനി പുറത്തുനിന്നുള്ള കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന വീട്. അപ്പോൾ 2 കാറാണ് നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ കുറച്ച് ആൾക്കാരും അടുത്തതിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പ്രത്യേക ഫീൽ തന്നെ. ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്ത കാരണം എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വന്നു തുടങ്ങി. നല്ല ഭംഗിയൊക്കെ കാണാൻ. നമ്മൾ വരുന്ന വഴി ഇന്നലെ കുറേ ഇത് കണ്ടു. ഇവിടെ അടുത്ത് കുറേ ഫാമൊക്കെ ഉണ്ട് ഇങ്ങനെ ചെടികളുടെ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ബാക്കി ഫുള്ളായിട്ട് കാണും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഈ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. നല്ല കാറ്റാണ് കേട്ടോ. പക്ഷെ അത്രയും തണുപ്പ് തോന്നുന്നില്ല എനിക്ക്. ഇവിടെ ഇരുന്ന് നമുക്ക് ചിൽ ചെയ്യാം. ബാക്കിലും ഇത് കണ്ടോ. എനിക്ക് പൊതുവെ തണുപ്പൊട്ടും പറ്റില്ല കേട്ടോ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിലും നല്ല രസമുള്ള തണുപ്പാണ്. വെയിലും കൂടിയുള്ള കാരണം നല്ല രസമുണ്ടായി. അപ്പോൾ വിമലമണ്ണെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞു. വിമലും കൂടെ ഉള്ളൂ. നമുക്ക് വേഗം ഉള്ളിൽ പോയി ഡ്രസ്സെല്ലാം മാറി റെഡിയാവാം. ഓക്കെ. അപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. ക്യാപ്പ് വെച്ചിട്ടുണ്ട്. മുടി ഇത്തിരി സ്ട്രൈറ്റൻ ചെയ്തിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫുൾ കാണിച്ചു തരാം. എൻ്റെ നല്ല കാറ്റുണ്ട്. എന്നാലും അത്ര തണുപ്പ് ഫീൽ ചെയ്യണില്ല. ചേച്ചിയുടെ നമ്മളും കുറേ ഫുഡ് ഇപ്പം നടന്നു. നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫുഡ് കഴിച്ച് പിന്നെ കറങ്ങാനും പോലും നയാഗ്ര പോകലൊക്കെയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ. വീഡിയോസിൽ കാണുന്ന പോലെ ആവുമെന്ന് അറിയില്ല. അവിടെ എത്തിയാലേ അറിയുള്ളൂ. ലെറ്റ്സ് സീ. ഓക്കെ, ബൈ.
കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ഇതേ നമുക്കിനി പോയി ഫുഡ് കഴിക്കാം. ഓൾറെഡി ഉച്ചയായിട്ടോ, അപ്പോൾ രണ്ടും കൂടെയുള്ള ബ്രഞ്ച് കഴിക്കാനുള്ള പുറപ്പാടാണ് ഞാൻ. ട്രിപ്പ് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുണ്ട ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. വിമലിന് വന്നിട്ടില്ല, അപ്പോൾ വന്നിട്ട് നമുക്ക് കഴിക്കാം. ഇത് എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ചേച്ചി പൂരിയും അമ്മ ഇഡ്ഡലിയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ. നമ്മളെല്ലാവരും ദോശയാണ് കേട്ടോ കഴിച്ചത്. മസാല ദോശ നല്ല ടേസ്റ്റായിരുന്നു. നമ്മളുടെ ബ്രിഡ്ജ് വാട്ടറിൽ ഇതുപോലത്തെ ഫുഡൊന്നും കിട്ടാത്ത കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ പക്ഷെ ഭയങ്കര ലേറ്റായി നമുക്ക് ഫുഡ് കിട്ടാൻ. കുറേ ടൈം അങ്ങനെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. കാരണം അവിടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ചേച്ചിയെല്ലാം കേക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഞാനൊരു ഫലൂഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ടൈമായി. പിന്നെ ഒണ്ടാരിയോയിലും ടൊറൻറ്റോയിലെല്ലാം കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മളിവിടെ വന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് നടക്കാൻ പോവാം. അപ്പോൾ അതായത് ചേട്ടൻ അവിടെ പോയിട്ട് പേ ചെയ്യാം പാർക്ക് ചെയ്തതിൻ്റെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ പോയത്. ആ ടൈമിൽ ശിഖചേച്ചിയുടെ ഒരു കസിൻ ഒണ്ടാരിയോയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അവളുടെ 2 ഫ്രണ്ട്സും കൂടെ ഡുണ്ടത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ടെല്ലാം പതുക്കെയാണ് കേട്ടോ നടന്നതെല്ലാം. നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ ആകണ്ടുള്ളൂ. ഇവിടെ ബോട്ട് വാട്ടർഫോളിൻ്റെ അടിയിൽ വരെ പോവും. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഈ കാണുന്നതാണ് കേട്ടോ US-ൻ്റെ വാട്ടർഫോൾ. അത് അത്ര കൊള്ളൂല, വിലയൊന്നുമില്ല. പക്ഷെ അതെ ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് കാനഡയുടെ നയാഗ്ര വാട്ടർഫോൾസ്. ഇതാണ് ശരിക്കും സൂപ്പർ വാട്ടർഫോൾസ്. ഇതുപോലെ ബോട്ടിൽ പോവാട്ടോ നമ്മൾ. അതിനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടുന്ന് നടന്ന് ആ കാണുന്ന വഴി ഇറങ്ങണം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കാനഡയത്തെ ദേശീയ പക്ഷി ഗൂപ്സ്. ഇതിൻ്റെ കുട്ടികളെയും മുട്ടയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത്. ഇന്നാണെങ്കിൽ അത്ര നല്ല വെതറല്ല കേട്ടോ. വന്ന ടൈമിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറുതായി മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെയിലൊന്നും ഇല്ലാത്ത കാരണം ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒന്നിനാണെങ്കിലും വെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വരെ വന്നിട്ട് ബോട്ടിൽ കയറിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അത് കാരണം ബോട്ടിൽ കയറാൻ പോവാ എല്ലാവരും കൂടെ. ലോകത്തിന്റെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ. എനിക്ക്
ഈ ഒരു പാലം കണ്ടില്ലേ, ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ US ആയിട്ടോ. ഇതാണ് US. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ദേ അവിടെ കാണുന്ന ആ വെള്ളബോട്ടില്ലേ, അതാണ് കേട്ടോ US-ൻ്റെ ആൾക്കാർ കയറി അവിടെ നിന്നാണ് കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അവരുടെ ബോട്ട് അവിടെ നിന്നാണ് കയറുക. നമ്മൾ ദേ ഇവിടെ നിന്ന്. അപ്പോൾ ദേ നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ എത്തി. അത്യാവശ്യം കുറേ നടക്കാണ്ട്. അമ്മയ്ക്കൊക്കെ ദേ ഇപ്പോഴേ വയ്യാതെ, ഷൂസ് ടൈറ്റായിട്ട്. പിന്നെ നമുക്ക് ഡുണ്ടത്തിനൊക്കെ കയറ്റാൻ പറ്റുമോന്നൊക്കെ അറിയണം. കുഞ്ഞല്ലേ, അതാരും കയറ്റുമെന്ന് അറിയില്ല. അതൊക്കെ ചോദിച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേഗം ബോട്ടിൽ കയറാൻ പോവാം. 5:30 വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ദേ 4:30 ആയി. 1 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം 5 മണിയാണ് കേട്ടോ. 5 മണിക്കാണ് നമ്മുടെ ബോട്ട് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 5:30-ക്കുള്ളൂ. അപ്പോൾ 5 മണി ആവാറായി. വേഗം പോയാൽ ആ ബോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽ കയറാൻ പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്കൊരു ജാക്കറ്റ് ഇപ്പോൾ തരും, ഒരു കോട്ട്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഇഷ്ടമുള്ളിടത്ത് നിൽക്കാം കേട്ടോ. ഞങ്ങൾ ഏറ്റവും അടിയിൽ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നിന്നത്. ഭയങ്കര കാറ്റായിരുന്നു. അത് കാരണം നമുക്കായിട്ട് ആ റെയിൻകോട്ടെല്ലാം പറക്കുമായിരുന്നു. അത് നമ്മൾ ബോട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോകും തോറും ഫോണിക്കും മേത്തേക്കും എല്ലാം വെള്ളം തെറിച്ചിട്ട് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ കാണുന്നതല്ല കേട്ടോ, ഫോണിൽ കാണുന്നതല്ല, ശരിക്കും ഇത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. എന്നാലും അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പോൾ അതേ കുറേ ആൾക്കാർ ഇവിടെയൊക്കെയാണ് കേട്ടോ നിന്നത്. അപ്പം അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെയായിരുന്നു. വീണ ചേച്ചിയും നിതിൻ ചേട്ടനും അയ്യാൻകുട്ടനും കയറിയില്ല കേട്ടോ. അയ്യാൻകുട്ടനെ ബോട്ടിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു ബോട്ട് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ ഓൾറെഡി ടയേർഡായ കാരണം അവർ കയറണില്ല എന്ന് പറഞ്ഞു. പിന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർഫോളിൻ്റെ ഉള്ളിൽ വരെ പോയിട്ട് തിരിച്ച് നമ്മൾ US-ൻ്റെ വെള്ളച്ചാട്ടം കൂടെ കണ്ട് അവിടെ നിന്ന് ബോട്ട് തിരിക്കാൻ കേട്ടോ ചെയ്യുക. ഇതാണ് കേട്ടോ ബ്രിഡ്ജ്. കാനഡയും US-ഉം ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ് അതാണ് കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം കാണുന്നൊന്നും അറിയില്ല. കാരണം നമ്മുടെ ഫോണിക്കും മേത്തേക്കൊക്കെ വെള്ളം അടിച്ചിട്ട് മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് അറിയില്ല. അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായി? അതന്നെ, ഇത്ര അടിപൊളി വേറെ ഒന്നുമില്ല. ശരിക്കും ലൈഫിൽ 1 ടൈമെങ്കിലും വരണല്ലേ. അത്ര അടിപൊളി. പക്ഷെ വീഡിയോ എടുത്തപ്പോൾ എത്രമാത്രം കിട്ടുന്നൊന്നും അറിയില്ല. കാരണം വെള്ളം അടിച്ചിട്ട് വെള്ളം വന്നിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്ര അടിപൊളി, ഭയങ്കര ഇഷ്ടമായി.
തണുപ്പും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു രസമായിരുന്നു അല്ല നമ്മള്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതേ തിരിച്ചു പോണ വഴി ചെറിയ ബ്ലോസ് എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കണം എന്നെല്ലാം വിചാരിച്ച, പക്ഷെ പൊട്ട വെതറായിരുന്നു. നമ്മളത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴയും ഒടുക്കത്തെ തണുപ്പൊക്കെ. വേഗം ഒന്ന് വണ്ടി എത്തിയാൽ മതി എന്നായി. വണ്ടി ആണെങ്കിൽ നമ്മൾക്ക് കുറേ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു ബസ് ലിഫ്റ്റ് കിട്ടുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ഡുണ്ടത്തിനൊക്കെ കണ്ടപ്പോൾ എന്നവർ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് കയറാൻ പറഞ്ഞു. ലിഫ്റ്റ് കിട്ടിട്ടോ ബസ്സിലെ പകുതി വരെ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നടക്കാണ്. ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നടക്കാണ്ട്. ഭയങ്കര തണുപ്പായി അല്ല മമ്മല. അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പായി. നാളെ ഒരു സണ്ണി ഡേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് ചെറിയ ബ്ലോസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നാളെ വരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് പോവാം. എല്ലാവരും ടയേർഡായി കുറേ നടന്നിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പും ക്ലൈമറ്റ് രസമില്ല. പിന്നെ നമുക്ക് വേഗം വണ്ടിയുടെ അടിക്കും. നമ്മുടെ വണ്ടിയിൽ കയറി ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇനി വീഡിയോസ് എടുക്കാനായിട്ട് ആരുടെ ഫോണിലും ചാർജ് ഇല്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് വീഡിയോസും ഫോട്ടോസും എടുത്തെടുത്ത് എല്ലാവരുടെയും ഫോണിൽ ഇപ്പോൾ ഓഫ് ആവുന്നുള്ള നിലയില്ല. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വേറെ പരിപാടിയില്ല. ഇതേ മഴ സ്റ്റാർട്ട് ചെയ്തുകൂടെ. നല്ല അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലും മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ.